welcome to market. ഇന്ന് നമ്മൾ കാണാൻ പോണത് ബഹ്റൈനിലെ സെൻട്രൽ മാർക്കറ്റാണ് കേട്ടോ. അപ്പോൾ നല്ല ഫ്രഷ് ആയിട്ട് ഫ്രൂട്ട്സും വെജിറ്റബിളും പിന്നെ നല്ല വിലക്കുറവിന് സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാ മാസവും അരിയും നാളികേരം അരിപ്പൊടി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഇവിടെ നിന്നാണ് കേട്ടോ വാങ്ങാറ്. ഞങ്ങൾ കുറച്ച് വൈകിട്ടാണ് കേട്ടോ മാർക്കറ്റിൽ പോയി. വ്യാഴവും വെള്ളിയൊക്കെ വന്നാൽ നല്ല തിരക്കായിരിക്കും. ഒരുപാട് വെജിറ്റബിളും ഫ്രൂട്ട്സൊക്കെ വന്നിട്ട് നിരത്തി വെച്ചിരിക്കണം, കാണാൻ തന്നെ ഭംഗിയാണെന്ന് ഇവിടെയുള്ള കടക്കാർ പറഞ്ഞു കേട്ടോ. പക്ഷെ ഞങ്ങളിപ്പോൾ ഒന്ന് അരിയും ഈ നാളികേരവും തീർന്നപ്പോൾ പെട്ടെന്ന് വാങ്ങാൻ വേണ്ടി വന്നതല്ലേ. അപ്പൊ നമുക്ക് നേരെ മാർക്കറ്റിന്റെ വിശേഷങ്ങൾ കാണാം കേട്ടോ. അപ്പൊ നമ്മൾ എന്ന് മാർക്കറ്റിൽ വന്നാലും ഈ ബംഗാളി ചേട്ടൻ ഈ വണ്ടിയും കൊണ്ട് ഓടി വരും കേട്ടോ. ആളെന്നും ജീവന് മൊബൈൽ നമ്പർ കൊടുക്കണതും കാണാം, ജീവൻ അത് സേവ് ചെയ്യണേയും കാണാം. പക്ഷെ നമ്മളിവിടെ വന്നിട്ട് വിളിക്കേണ്ട ആവശ്യമൊന്നുമില്ല, കക്ഷി വണ്ടിയും കൊണ്ട് നേരെ ഓടി വരും കേട്ടോ. ഒത്തിരി പേര് ഇതുപോലെ വരും. നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ഈ കുഞ്ഞു വണ്ടിയിൽ വെക്കാം, പിന്നെ ഇത് തള്ളിക്കൊണ്ടത് നമ്മളെ കാറിലേക്ക് എടുത്ത് വെച്ചാൽ മതി. അപ്പൊ നമ്മൾ ഇവർക്ക് ഒരു ചെറിയ കാശ് പേ ചെയ്യും. അപ്പൊ അതുകൊണ്ടൊക്കെയാണ് ഈ പാവങ്ങൾ ജീവിച്ചു പോണത് കേട്ടോ. അപ്പൊ അതേ നമ്മൾ വണ്ടിയിൽ ഫസ്റ്റ് തന്നെ രണ്ടാൾക്കാരെ കയറ്റിയിരുത്തിയിട്ടുണ്ട് കേട്ടോ. വേറെ ആരുമല്ല, ചീജുവിനെയും നിധിക്കുട്ടീനെയും കേട്ടോ. അപ്പൊ നിധിക്കുട്ടി കയ്യിൽ കാത്തൂനൊക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ദേ വണ്ടി എന്താണ് പരിപാടി, ദേ അച്ഛൻ ഏറ്റെടുത്തിട്ടുണ്ട്. ഇത് നോക്കിയേ, മാർക്കറ്റ് കണ്ടോ, ഈ കാണാൻ കേട്ടോ മാർക്കറ്റ്. ഈ അറ്റം മുതൽ ആ അറ്റം വരെ നീണ്ടു നിവർന്ന് കിടക്കേണ്ട നമ്മളെ മാർക്കറ്റ്. പക്ഷെ ഇത്രയൊന്നുമല്ല, ഉള്ളിലേക്ക് കയറി കഴിഞ്ഞാൽ ഒരുപാടുണ്ട് കേട്ടോ. പിന്നെ ഓരോ എൻട്രൻസിൻ്റെ അവിടെയും അവർ ഗേറ്റ് നമ്പർ എഴുതി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് കുറച്ച് എളുപ്പമാണ്, കാരണം ഏത് ഗേറ്റ് നമ്പറിൽ കൂടെ പോയാലാണ് ആ ഭാഗത്ത് അരി നാളികേരം അങ്ങനത്തെ സംഭവങ്ങൾ ഒരു സൈഡിലും, പിന്നെ വേറൊരു ഗേറ്റ് നമ്പറിൽ കൂടെ പോയിട്ടുണ്ടെങ്കിൽ പച്ചക്കറി വെജിറ്റബിൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ. അപ്പോൾ കുറച്ച് പ്രാവശ്യം വന്നു കഴിഞ്ഞ് നമുക്കൊന്ന് പരിചയമായിട്ടുണ്ടെങ്കിൽ നമുക്ക് എളുപ്പത്തിൽ തന്നെ പോയി സാധനങ്ങൾ എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരുപാട് സാധനങ്ങൾ അന്വേഷിച്ച് നടന്ന് കാല് കിഴക്കൂട്ടാം. അപ്പം ഞങ്ങൾ ഗേറ്റ് നമ്പർ 2 കൂടെ ഉണ്ടാ പോണത്. നമ്മൾക്ക് എടുക്കേണ്ടത് മെയിനായിട്ട് അരിയും നാളികേരമാണ് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ കുറച്ച് അല്ലറ ചില്ലറയും കൂടെ പർച്ചേസ് ചെയ്യും. പക്ഷെ അച്ഛൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, വേറെ അധികം സാധനങ്ങൾ മേൽക്കൊന്നും കണ്ണ് വെക്കണ്ടെന്ന് പറഞ്ഞ അച്ഛൻ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്. എന്നാലും നമുക്ക് നോക്കാം എവിടത്തോളം പോകുന്നത്. അപ്പം നമ്മളെ മലയാളികളെ ഷോപ്പ് തന്നെയാണ്. നമ്മൾ കടയുടെ അടുത്ത് എത്തി തുടങ്ങിയിട്ടാ. സൈഡിലൊക്കെ നോക്കിയാൽ നിറയെ കടയുണ്ട്. അരിഞ്ചാക്കുകളാണ് ഈ ഇടയ്ക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ അവരൊക്കെ നോക്കണുണ്ട് കേട്ടോ. നമ്മൾ പോകുമ്പോൾ നമ്മൾ അവരെ കടയ്ക്കാണോ ചെല്ലണേന്ന് വെച്ചിട്ടാവും അവരൊക്കെ നമ്മളെ നോക്കണത് കേട്ടോ. നമ്മളൊരു ഷോപ്പ് ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ആയിരിക്കുമല്ലോ, ഓരോരുത്തർ പോകുമ്പോഴും നമ്മളെ കടയിൽ കാണോ എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ. അപ്പോൾ അതാ ഈ കടയിൽ നിന്നാണ് കേട്ടോ നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നത്. നൂറി ഫ്രൂട്ടി എന്ന് പറഞ്ഞ ഷോപ്പാണ് കണ്ടോ. ഇവിടെ ഹോൾസെയിലായിട്ടും റീറ്റെയിലായിട്ടും ഒക്കെ സാധനങ്ങൾ കൊടുക്കും കേട്ടോ. അപ്പോൾ ഇതാ നമ്മൾ ചെറുപയർ, പിന്നെ അയറ്റത്തുള്ള പെട്ടെന്ന് വേവണ ചുവന്ന പരിപ്പ്, അതൊക്കെ നമ്മൾ അവിടെ നിന്ന് കുറച്ചധികം തന്നെ വാങ്ങിയിട്ടാ. അപ്പോൾ പരിപ്പ് ഏതിൽക്കും വേണമല്ലോ, പരിപ്പ് തക്കാളി, പരിപ്പ് മുരിങ്ങക്കായ ഒക്കെ തിരി പരിപ്പ് ഒരു കോമ്പിനേഷൻ ആണല്ലോ. അപ്പോൾ കുറച്ചധികം തന്നെ പരിപ്പ് വാങ്ങി. പിന്നെ അതാ നമ്മളെ ഏലക്കായ, തക്കോലം, ജാതിപത്രി ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ. പിന്നെ അതാ നോക്കി നമ്മുടെ നാട്ടിൽ കിട്ടുന്ന ജീരക മിഠായി, കൽക്കണ്ടം, പിന്നെ എന്താ ഉണക്ക മുന്തിരി, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാ ഷോപ്പിന്റെ പേര് ഓർമ്മ വെച്ച് നൂറി ഫ്രൂട്ടി എന്നാണ് ഷോപ്പിന്റെ പേര്. അതിന്റെ എതിരെ തന്നെയുള്ള കടയിൽ നിന്നാണ് ഞങ്ങൾ കോഴിമുട്ടയെ വാങ്ങിയത്. അവിടെ നിന്ന് തന്നെ ഒരു ട്രേ മുട്ടയിട്ട് എടുത്ത് നാളികേരും ഈ കടയിൽ നിന്ന് തന്നെ ഉണ്ടാ വാങ്ങിയത്. പ്രാവശ്യം ഈ ഓറഞ്ച് കളറിലുള്ള മുട്ട ഉണ്ടാ വാങ്ങിയത്. ഈ ചേട്ടൻ പറഞ്ഞിട്ടാണ് അതെടുത്തത്. അപ്പൊ ആ ചേട്ടൻ പറഞ്ഞു നല്ല മുട്ടയാണ്. പക്ഷെ പറഞ്ഞ പോലെ തന്നെ കേട്ടോ, നമ്മളെ കൊണ്ടുവന്ന് പുഴുങ്ങി കഴിച്ചപ്പോൾ നാട്ടിലൊക്കെ കഴിക്കില്ലേ നാടൻ മുട്ട, അതിന്റെ ഒരു ടേസ്റ്റ് തോന്നിയിട്ടാ. അപ്പൊ ചീക്കുട്ടീനെ അതിനൊന്നും വിളിച്ചപ്പോൾ രണ്ടാളും ഫോട്ടോയ്ക്ക് അവിടെ ഫോട്ടോഷൂട്ട് നടത്താനായി വേണ്ടി പോസ് ചെയ്യാണ്. അങ്ങനെ അവിടെ നിന്ന് സാധനങ്ങൾ വാങ്ങിയിട്ട് നമ്മൾ തിരിച്ചു പോകുകയാണ്. പിന്നെ അച്ഛനെ സോപ്പിട്ടപ്പോൾ കുറച്ച് ഫ്രൂട്ട്സും പച്ചക്കറിയൊക്കെ വാങ്ങാന്ന് സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ ഞങ്ങൾ ആ ഭാഗത്തേക്ക് പോകുകയാണ് കേട്ടോ. ചീജും നിധിക്കുട്ടിയും എന്തായാലും ഭയങ്കര ഹാപ്പി ആട്ടാ. ആ വണ്ടിയിൽ കയറിയിരുന്ന മൂപ്പരാക്കന്മാർ സുഖമായിട്ട് ഇങ്ങനെ ഇരുന്ന് പോവുകയാണല്ലോ. ഇതാ പോണ വഴിക്ക് നമുക്ക് കാണാം ഓരോന്ന് ഇങ്ങനെ അടക്കി വെച്ചിരിക്കണത്. സവോള എനിക്ക് അവിടെ നിറയെ സവോള, കേബേജ് ആണെങ്കിൽ അവിടെ നിറയെ കേബേജ്, അങ്ങനെ ആയിരിക്കും കേട്ടോ. മാർക്കറ്റ് അടക്കാറായത് കാരണം അത്ര വലിയ തിരക്കൊന്നുമില്ല കേട്ടോ. നമുക്ക് സുഖമായിട്ട് സാധനങ്ങൾ വാങ്ങാൻ പറ്റി. ഈ ഭാഗത്ത് നോക്കി വാട്ടർ മെലൺ അട്ടിയായിട്ട് ഇട്ടിരിക്കണ കണ്ടോ. അപ്പൊ ആ കാണുന്നത് ഈന്തപ്പഴങ്ങളാണ് കേട്ടോ. പല നിറത്തിലും വലിപ്പത്തിലുള്ളതൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് കേട്ടോ. കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൊതിയാവും. ഇതിനിടയിൽ ഒരു ചേട്ടൻ കപ്പലണ്ടിയും കൊണ്ട് വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് കപ്പലണ്ടി വാങ്ങിയിരുന്നിട്ടാ. അപ്പൊ ചീജു ഞങ്ങളെ കൂടായ വണ്ടി ഉന്തിക്കൊണ്ട് വരുന്ന ചേട്ടനില്ലേ, ആ ചേട്ടന് നിർബന്ധിച്ച് കപ്പലണ്ടി കൊടുക്കണേണ്ടാ കാണുന്നത്. ആള് കുറെ വേണ്ടാന്ന് പറഞ്ഞെങ്കിലും അവൻ സമ്മതിച്ചില്ല കേട്ടാ. നിർബന്ധിച്ച് തന്നെ ആളെക്കൊണ്ട് അത് തീറ്റിപ്പിച്ചു കേട്ടാ. ഇങ്ങനെയുള്ള കുഞ്ഞു കാഴ്ചകൾ കാണുമ്പോൾ നമുക്കതൊരു സന്തോഷമല്ലേ അല്ലേ. അങ്ങനെ ദേ നമ്മൾ ഫ്രൂട്ട്സിന്റെ ഒക്കെ ആ സെക്ഷനിലേക്ക് വന്നിരിക്കുകയാണ് കണ്ട. നിറയെ കുമ്മട്ടിങ്ങ, പിന്നെ കുമ്മട്ടിങ്ങ അപ്പുറത്തും നമ്മൾ കണ്ട്. പക്ഷെ ഫ്രൂട്ട്സ് കൂടുതലായിട്ടും കണ്ടോ ഈ ഒരു ഭാഗത്തേക്ക് വന്നപ്പോഴാണ് കേട്ടോ. അപ്പൊ ഇതാ നമ്മളിത് ഈ ഒരു ഫ്രൂട്ട്, ഈ കാക്കി ഫ്രൂട്ട് പെർമിസൺ എന്നൊക്കെ പറയും അതിനെ, അത് വേണമെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പൊ അത് പിന്നെ ആ ചേട്ടൻ ഓറഞ്ച് എടുത്ത് കാണിച്ചു കൊടുക്കുകയാണ് കേട്ടോ.
കേട്ടോ. നല്ല ഓറഞ്ച് ആയിരുന്നു കേട്ടോ. ചെറിയൊരു പുളി ഉണ്ടായിരുന്നു, പക്ഷെ എന്നാലും കുഴപ്പമുണ്ടായിരുന്നില്ല കേട്ടോ. ഓറഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആണ്. എത്ര വാങ്ങിക്കൊണ്ടെന്നാലും അവർ ഇഷ്ടംപോലെ കഴിക്കുന്നുണ്ട്. ഫ്രൂട്ട്സ് വാങ്ങുമ്പോൾ എപ്പോഴും സീസണലായിട്ടുള്ള ഫ്രൂട്ട്സ് വാങ്ങുകയാണെങ്കിൽ നല്ല വില കുറവിനും നല്ല രുചിയുള്ളതും നമുക്ക് കിട്ടും കേട്ടോ. അങ്ങനെ ഈ ഒരു ചേട്ടൻ പച്ചപ്പയർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കുറച്ചു നേരമായിട്ടാ പറഞ്ഞുകൊണ്ട് നിൽക്കണേ. അപ്പൊ എന്നോട് പറയുകയാണ് ചേട്ടൻ ഒന്ന് പ്രോത്സാഹിപ്പിക്കുന്നൊക്കെ പറഞ്ഞിട്ട്. അവസാനം പ്രോത്സാഹിപ്പിച്ച് പച്ചപ്പയർ വാങ്ങിയിട്ടാ. ഒരു 1.5 പേടിക്കാണ്ട് അക്കണ്ട പച്ചപ്പയർ മുഴുവനും നമുക്ക് കിട്ടിയത്. അപ്പൊ നമ്മളത് വീട്ടിൽ കൊണ്ടുവന്നിട്ട് ചെറിയതാക്കി മുറിച്ചിട്ട് നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു പാത്രത്തിൽ ആക്കിയിട്ട് ഫ്രീസറിൽ വെച്ചാൽ ഒരെണ്ണം പോലും കേടാവാണ്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. നമ്മളെ പർച്ചേസിങ് കഴിഞ്ഞ് നമ്മളിത് തിരിച്ചു പോവുകയാണ്. അപ്പൊ ഇപ്രാവശ്യത്തെ മാർക്കറ്റിലെ കാഴ്ചകൾ കഴിഞ്ഞ് പിന്നെ ഞാൻ ഈ ഇതിൽ കാണിച്ചത് ഒന്നുമല്ല കേട്ടോ, ഒരുപാടുണ്ട് കാണാൻ ഇവിടെ വരികയാണെങ്കിൽ. അതുപോലെ ഈ പറഞ്ഞ പോലെ നമുക്ക് ലാഭത്തിന് സാധനങ്ങൾ വാങ്ങുകയും ചെയ്യാട്ടോ. പിന്നെ ഇതിന്റെ അപ്പുറം തന്നെ ഫിഷ് മാർക്കറ്റ് ഉണ്ട്. അവിടെ പോയാൽ മീനുകളും അത് ഈ പറഞ്ഞ പോലെ ഇനിയൊരു അവസരത്തിൽ ഞാൻ കാണിച്ചു തരാം. അപ്പൊ നമ്മൾ തിരിച്ചു പോകുകയാണ് കേട്ടോ. നിധിക്കുട്ടി ഇതേ ചെറിയ വാശിയിലുണ്ട്. എന്താണോ സ്ട്രോബെറി വാങ്ങിയിട്ടുണ്ടായി, മൂപ്പരാൻ അത് കിട്ടണം, അത് തന്നെ കാര്യം. അപ്പൊ എന്തിനെങ്കിലും വാശി പിടിച്ചാൽ പിന്നെ പറയണ്ടല്ലോ ഈ കുഞ്ഞിക്കാന്താരികളെ കാര്യം. അങ്ങനെ അച്ഛൻ 2 സ്ട്രോബെറി എടുത്തിട്ട് അവിടെ ഒരു ഹോട്ടൽ ഉണ്ടായിരുന്നു, അവിടെ പോയിട്ട് കഴുകിയിട്ട് കൊണ്ടു കൊടുത്തിട്ടാ. അപ്പൊ വേറൊരാൾ ഇവിടെ പിണങ്ങിയേ, വേറെ ആരുമല്ല, ചീജുട്ടനാണേ. അപ്പൊ ജീവൻ പറഞ്ഞ് 2 സ്ട്രോബെറിയും കൂടെ എടുത്ത് കഴുകിയിട്ട് അവന് കൊണ്ട് കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ ജീവൻ വണ്ടിയിലേക്ക് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കായിരുന്നേ. അപ്പൊ നമ്മൾ അവിടെ ചെന്നപ്പോണ്ടല്ലോ, നമ്മളെ കൊടുങ്ങല്ലൂർക്കാരനാണ് ആ ചേട്ടൻ. അച്ഛനും മോളും ഇവിടെ വന്നിട്ട് ഇടയ്ക്കൊക്കെ ജ്യൂസ് വാങ്ങി കുടിക്കാറുണ്ടെന്ന് തോന്നിട്ടാ. കാരണം അവിടെ അതിൻ്റെ ഉള്ളിലേക്ക് കയറിയതും അവള് പറഞ്ഞ് എനിക്ക് നന്നാറി സിറപ്പിന്റെ ജ്യൂസ് വേണം, വാങ്ങിത്താന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ വാങ്ങി അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ കുഞ്ഞു വ്ളോഗ് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ലൈക്കും കമന്റും ഒന്നും ചെയ്യാനും മറക്കരുതേ. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. സ്ട്രോബെറി